ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. റമദാനിലും 27-ാം രാവിലും അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലുമൊക്കെ ഒരു മധുരമായിട്ട് തയ്യാറാക്കുന്ന കായ്ക്കറി പായസമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിന് കായ്ക്കറി പായസം, മുല്ലമുട്ട് പായസം, പിടി പായസം, ഇങ്ങനെ പല സ്ഥലത്തും പല പേരുകളാണ് പറയുന്നത്. നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. ഇത് ചൂടോട് കൂടിയോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കായ്ക്കറി പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/3 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. ഇനി ഇത് നന്നായി കഴുകിയ ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം 2 വിസിൽ വരുന്നവരെ ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്തുടയാതെ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലാണ് കടലപ്പരിപ്പ് വേവിച്ചെടുക്കേണ്ടത്. അടുത്തതായി 1/4 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1-2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം. പച്ചരിക്ക് പകരം 1/4 കപ്പ് ബിരിയാണി റൈസ് എടുത്താലും മതി. അതിനുശേഷം 1/4 കപ്പ് വെള്ളവും ചേർത്ത് തീരെ തരികളൊന്നുമില്ലാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് പായസത്തിന് വേണ്ട പിടി തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നല്ല തിളച്ച വെള്ളവും ചേർത്ത് പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് വളരെ കുറച്ച് മാവെടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഒരു മുല്ലമുട്ട് പോലെ വളരെ കനം കുറച്ചാണ് നമ്മൾ മാവ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് സ്റ്റീം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പായസത്തിന് വേണ്ട പിടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നാളികേരപ്പാൽ റെഡിയാക്കി വെക്കണം. 2 നാളികേരത്തിൽ നിന്ന് നല്ല കട്ടിയുള്ള 2 കപ്പ് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. അടുത്തതായി 2 നേന്ത്രപ്പഴം ഇതുപോലെ 4ആയി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാം. ആദ്യം ഒരു കടായിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പച്ചരി അരച്ച് വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. അരി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും. പാല് അത്യാവശ്യം കട്ടിയായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും പിടിയും ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാല് ഒന്നുകൂടി കുറുകി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. പായസം നന്നായി കുറുകി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1-ാം പാല് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒരു 10 കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റമദാൻ സ്പെഷ്യൽ കായ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.